വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ ജലപ്പരപ്പിന് മുകളിൽ സീപ്ലെയിൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ കുതിപ്പിന് ചിറക് നൽകുന്ന ഈ പദ്ധതി എന്നേ നടപ്പാക്കേണ്ടിയിരുന്നതാണ്. വെറും 25 മിനിറ്റ് മാത്രമാണ് കൊച്ചി ബോൾഗാട്ടിയിൽ നിന്നും മാട്ടുപ്പെട്ടി ഡാമിലേക്ക് സീപ്ലെയിനിന് സഞ്ചരിക്കാനെടുത്ത സമയം. ഈ സമയലാഭം തന്നെയാണ് കേരളത്തിന്റെ ടൂറിസം രംഗത്തിന് ഏറെ മുതൽക്കൂട്ടാവുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് സംസ്ഥാനത്തിലുടനീളമുള്ള ടൂറിസം കേന്ദ്രങ്ങളെ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സന്ദർശിച്ച് മടങ്ങാമെന്നതാണ് സീപ്ലെയിൻ പദ്ധതിയുടെ പ്രധാന ആകർഷണം. ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകാരുടെ പ്രിയപ്പെട്ട വേദിയായി മാറുകയാണ് കേരളം. വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട് സീപ്ലെയിൻ സർവീസ് തുടങ്ങുന്നതോടെ തങ്ങൾ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുന്ന സഞ്ചാരികൾക്ക് നേരിട്ടെത്താമെന്നത് തീർച്ചയായും ഈ സീപ്ലെയിൻ പദ്ധതിയെ കൂടുതൽ ആകർഷകമാക്കും. ടൂറിസം മേഖലയിൽ മാത്രമല്ല ഈ സീപ്ലെയിൻ സർവീസ് കൊണ്ട് ഗുണമുണ്ടാവുക, ടൂറിസം അനുബന്ധ വ്യവസായങ്ങളും ഇതോടൊപ്പം വളരും. നമ്മുടെ ഗ്രാമീണ വിനോദസഞ്ചാര മേഖലകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ സീപ്ലെയിൻ പദ്ധതിയെ തുടർന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ. കേരളം പോലെ ടൂറിസം പ്രധാന വരുമാന മാർഗമായ ഒരു സംസ്ഥാനത്തിന് ടൂറിസം മേഖലയുടെ ആധുനികവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. സീപ്ലെയിൻ പോലുള്ള പദ്ധതികൾ തുടക്കമിടുന്നത് അത്തരം ആധുനികവൽക്കരണത്തിനാണ്. വിനോദസഞ്ചാര മേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സീപ്ലെയിൻ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നതും. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളെയും ബേക്കൽ, മൂന്നാർ തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും സംയോജിപ്പിച്ചാണ് സംസ്ഥാന സർക്കാർ സീപ്ലെയിൻ പദ്ധതി പുനരവതരിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ RTS ഉഡാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ പരീക്ഷണ പറക്കൽ. സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന റൂട്ട് കേന്ദ്രം അംഗീകരിച്ചാൽ കൂടുതൽ സർവീസുകൾ ഉടനടി തുടങ്ങാനാണ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി. ഇപ്പോൾ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന റൂട്ട് കേന്ദ്രം അംഗീകരിച്ചാൽ ഓപ്പറേറ്റർമാരെ ഉപയോഗിച്ച് കൂടുതൽ സർവീസുകൾ നടത്താനാണ് സംസ്ഥാനം ഉദ്ദേശിക്കുന്നത്. എന്നാൽ സ്വകാര്യ സംരംഭകരെ ഈ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിനെക്കുറിച്ച് നിലവിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. സാധാരണ വിമാനത്താവളങ്ങൾക്ക് പുറമെ തടാകങ്ങളിലും അണക്കെട്ടുകളിലും കായൽപ്പരപ്പിലും ഇറക്കാമെന്നതാണ് സീപ്ലെയിനെ കൂടുതൽ ആകർഷകമാക്കുന്നത്. ഗ്രാമീണ വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമാണ് ഉഡാൻ പദ്ധതിക്ക് പിന്നിലുള്ളത്. ഈ പദ്ധതിക്ക് വളരെയധികം സഹായകരമാകുന്ന ഒന്നാണ് സീപ്ലെയിൻ പദ്ധതി. 2 മീറ്റർ ആഴവും 1 കിലോമീറ്റർ വിസ്തൃതിയുമുള്ള എവിടെയും ഈ വിമാനം ഇറക്കാം. അതുകൊണ്ട് തന്നെ ഉൾനാടൻ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മുടെ ടൂറിസം വികസിപ്പിക്കാൻ സാധിക്കും. കായലും കടലും അണക്കെട്ടുമെല്ലാം നിറഞ്ഞ കൊച്ചു കേരളത്തിന് സീപ്ലെയിൻ തുറന്നിടുന്നത് വികസനത്തിന്റെ അനന്ത സാധ്യതകൾ തന്നെയാണ്. 14 പേർക്ക് സഞ്ചരിക്കാവുന്ന വിമാനങ്ങളാണ് ഇപ്പോൾ പരീക്ഷണ പറക്കലിന് ഉപയോഗിക്കുന്നത്. സ്പൈസ് ജെറ്റുമായി സഹകരിച്ചാണ് ഈ പരീക്ഷണ പറക്കൽ നടക്കുന്നത്. പരീക്ഷണ പറക്കൽ വിജയകരമാകുന്നതോടെ ഇനി കൂടുതൽ സർവീസുകൾ ഭാവിയിൽ ആരംഭിക്കുന്നതിന് പൈലറ്റുമാരെ ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്ന അക്കാദമികൾക്കും അവസരമൊരുങ്ങും. സാധാരണക്കാർക്ക് കൂടി താങ്ങാവുന്ന വിധത്തിൽ സീപ്ലെയിനിന്റെ നിരക്ക് ക്രമീകരിക്കുകയും സീപ്ലെയിനുകൾ നിർമ്മിക്കാൻ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരികയും ചെയ്യുന്ന പക്ഷം കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് സീപ്ലെയിനുകൾ മുതൽക്കൂട്ടാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. നമ്മുടെ അയൽ രാജ്യമായ മാൽദീവ്സിൽ നിന്നും നമുക്ക് ഇക്കാര്യത്തിൽ കുറേയേറെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. വിനോദസഞ്ചാരത്തിനൊപ്പം സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലും മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് മാൽദീവ്സ്. സീപ്ലെയിൻ സർവീസ് മാൽദീവ്സിന്റെ വിനോദസഞ്ചാര മേഖലയുടെ ഭാഗമാണ്. 100ഓളം സർവീസുകളാണ് അവർക്കിപ്പോൾ നിലവിലുള്ളത്. ടൂറിസത്തിന്റെ കാര്യത്തിൽ മാൽദീവ്സിനോട് മത്സരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കുന്നതാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ സീപ്ലെയിൻ സർവീസ് പദ്ധതി. കേവലം വിനോദസഞ്ചാര മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല സീപ്ലെയിനുകളുടെ ഗുണഫലമെന്ന് ഏവിയേഷൻ സെക്രട്ടറി ബിജു പ്രഭാകർ ചൂണ്ടിക്കാട്ടുന്നു. മാൽദീവ്സിൽ ഗുരുതരാവസ്ഥയിലും മറ്റുമുള്ള രോഗികളെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് സീപ്ലെയിനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്നും രോഗികളെ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രധാന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സീപ്ലെയിനുകളെ ഉപയോഗിക്കാനാകും. നമ്മുടെ ഉൾനാടൻ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട ടൂറിസം വികസിപ്പിക്കുന്നതിന് ഈ സീപ്ലെയിൻ സർവീസ് സഹായകരമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയുടെ ആധുനികവൽക്കരണം നമ്മുടെ സംസ്ഥാനത്തേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുമെന്ന കാര്യം നിസ്തർക്കമാണ്. കോവളം, അഷ്ടമുടിക്കായൽ, പുന്നമടക്കായൽ, ബോൾഗാട്ടി, മാട്ടുപ്പെട്ടി ഡാം, മലമ്പുഴ ഡാം, ബാണാസുര സാഗർ ഡാം, ചന്ദ്രഗിരി പുഴ ഇവിടങ്ങളിലെല്ലാം വാട്ടർ ഡോമുകൾ സ്ഥാപിക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ട്. ഇവ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളം മുഴുവൻ കണ്ടു തീർക്കാൻ സഞ്ചാരികൾക്ക് സാധിക്കും.
ഗുജറാത്തിൽ സീപ്ലെയിനിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായിരുന്നു. നമ്മുടെ അയൽ സംസ്ഥാനമായ ആന്ധ്രയും വിജയവാഡയിൽ നിന്നും സീപ്ലെയിൻ സർവീസ് വിജയകരമായി പരീക്ഷിച്ചത് കഴിഞ്ഞ ദിവസമാണ്. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് കേരളം സീപ്ലെയിൻ സർവീസിനെ ഉറ്റുനോക്കുന്നത്. ഈ സർവീസ് ആരംഭിക്കുന്നതോടെ ആഭ്യന്തര ടൂറിസ്റ്റുകൾക്കൊപ്പം വിദേശ ടൂറിസ്റ്റുകളും കേരളം കാണാനെത്തുമെന്നും നമ്മുടെ വരുമാനം വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കാം.